ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച നടത്തിയതോടുകൂടിയാണ് എല്ലാ വിവരങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിയത്. പക്ഷേ ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവിലെ ഒരു പരാമർശം മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തു എന്നുള്ള സംശയമുണ്ട്. അതായത് കഴിഞ്ഞ 20 വർഷക്കാലത്തെ ശബരിമലയിലെ ഭരണസമിതിയെക്കുറിച്ച് അല്ലെ അവിടെ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം വേണം. ഇത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാത്തത് ആരെയെങ്കിലും രക്ഷിക്കാനാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. രാമേന്ദ്രൻ സാറുണ്ട്, CR നീലകണ്ഠൻ സാറുണ്ട്. എങ്ങനെ കാണാം ഇതിനെ? ഇത് വളരെ പ്രധാനമാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ 20 കൊല്ലം എന്നുള്ള പരാമർശം. ആകെ ഈ ഇടക്കാല ഉത്തരവ് വന്നപ്പോൾ നമ്മുടെ ചാനലുകളൊക്കെ ചെയ്തിട്ടുള്ളത് പ്രശാന്തിൻ്റെ കാലഘട്ടം കൂടി അന്വേഷിക്കുമല്ലേ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ചോദിക്കുകയൊക്കെയാണ് ചെയ്തത്. ഏത് പ്രശാന്തിനെ മാത്രം ഉൾപ്പെടുത്തുക എന്നുള്ളത്. അവിടെ വെച്ച് അന്വേഷണം KC വേണുഗോപാല്, VS ശിവകുമാർ ഇവരുടെയൊക്കെ കാലഘട്ടം അന്വേഷിക്കുക എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അർത്ഥം. ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷിൽ തന്നെ ഞാൻ വായിക്കാം. We note that the investigation was initially confined to issues relating to the ദ്വാരപാലക idols. ഈ അന്വേഷണം ആദ്യഘട്ടത്തിൽ ദ്വാരപാലക ശില്പങ്ങളെ പറ്റി മാത്രമായിരുന്നു. However, as the inquiry progressed and scientific, documentary and material evidence were systematically collected and analyzed, the scope of the investigation expanded substantially, necessitating a detailed examination of multiple aspects of temple administration and related transactions spanning more than 2 decades. 2 decades, 2 ദശകങ്ങൾ. ആദ്യം ഇത് ദ്വാരപാലക ശില്പങ്ങളെ പറ്റി മാത്രമായിരുന്നു. പിന്നീട് ശാസ്ത്രീയ തെളിവുകൾ, രേഖാമൂലമുള്ള തെളിവുകൾ, വസ്തുക്കൾ ഒക്കെ അങ്ങനെ തെളിവുകൾ കിട്ടിയപ്പോൾ അന്വേഷണം വർദ്ധിച്ചു. അത് വിപുലമായി ഈ ക്ഷേത്ര ഭരണത്തിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളിലേക്ക് വെളിച്ചം വീശി. അവരുടെ പലതരം വിനിമയങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ വന്നു. അങ്ങനെ 2 ദശകങ്ങൾ അന്വേഷിക്കേണ്ട ഘട്ടത്തിലെത്തി. ഇതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 2 ദശകം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ 2 ദശകമാണ് നമ്മൾ 2025 നിന്ന് 20 കൊല്ലം എന്ന് പറയുമ്പോൾ 2005 എത്തി നിൽക്കുന്നു. അന്ന് ആരാണ് ദേവസ്വം മന്ത്രി എന്നൊക്കെ നോക്കുക. VS ശിവകുമാർ, കടന്നപ്പള്ളി, കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ, KC വേണുഗോപാൽ മുതൽ വരികയാണ്. 2004, 2006 ശിവകുമാർ, കടന്നപ്പള്ളി 2009, 2011, 2011, 2016 ശിവകുമാർ, ശിവകുമാർ വീണ്ടും KC വേണുഗോപാൽ അതിനു മുമ്പേ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതായത് അതെടുക്കുമ്പോൾ KC വേണുഗോപാൽ കൂടി വരുന്നു. കാരണം 2004 ഒക്കെ KC വേണുഗോപാൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയാണ്. ഇതിൻ്റെ അകത്തൊരു പ്രശ്നം പിന്നെ വരുന്നത് VS ശിവകുമാറിൻ്റെ സഹോദരൻ VS ജയകുമാർ ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ശിവകുമാർ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്ത് തന്നെ. അതിനു പുറമെ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്നു. 2013-15 ഒരാവശ്യമില്ലാതെ 1.87 കോടി രൂപയുടെ പാത്രങ്ങൾ അവിടെ VS ജയകുമാർ വാങ്ങിച്ചതിനെ പറ്റി 2 അന്വേഷണങ്ങൾ വിജിലൻസിൻ്റെ നടന്നതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ വാങ്ങുന്നു എന്നുള്ളതല്ല. 1.8 അവിടെ പാത്രങ്ങൾ ഒരുപാട് ഉപയോഗിക്കാതെ തന്നെ കുന്നുകൂടി കിടക്കുന്നുണ്ട് ശബരിമലയിലെ. ഇയാൾ 1.87 കോടി രൂപയുടെ പാത്രങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാജ ബില്ലുകൾ ഹാജരാക്കി പണം തട്ടി എന്നുള്ളതാണ് ആരോപണം. അത് ഇയാളെ അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യണം എന്നൊരു നിർദ്ദേശം വന്നപ്പോൾ ദേവസ്വം ബോർഡ് മീറ്റിങ്ങിൻ്റെ യോഗത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും അതിനെ എതിർത്തു. എന്നിട്ട് നിർബന്ധിത അവധിയിൽ പോകാൻ പറഞ്ഞു.
ചെറുന്നീർ പി ശശിധരൻ നായർ വിജിലൻസ് ട്രൈബ്യൂണലായിരിക്കെ 2020 ജൂൺ 5-ന് ഒരു അന്വേഷണ റിപ്പോർട്ട് ഇത് സംബന്ധിച്ചിട്ട് പ്രസിഡന്റ് വാസുവിന് കൊടുത്തു. അതിൽ പറഞ്ഞിട്ടുണ്ട് 1.87 കോടി രൂപയുടെ പാത്രങ്ങൾ കുന്നുകൂടി കിടക്കെ പുതിയവ വാങ്ങിച്ചെന്ന് വ്യാജ ബില്ലുകൾ ഹാജരാക്കി ഇയാൾ ഇത് സംബന്ധിച്ച രേഖകൾ ഓഡിറ്റ് വിഭാഗത്തിന് കൊടുക്കാനും വിസമ്മതിച്ചു എന്ന് പറയുമ്പോൾ അതിഭീകരമായ കൊള്ള. ഇത് ഒരു കാര്യം മാത്രമാണല്ലോ നമ്മൾ പറയുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യം ശിവകുമാറിന്റെ കാലത്തില്ല. VS ജയകുമാർ തന്നെത്താൻ ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ കൊള്ളകളും കൂടി ഒക്കെ അപ്പോൾ വേണുഗോപാലിൻ്റെയും ശിവകുമാറിൻ്റെ ഒക്കെ കാലത്തേക്ക് ഇത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഹൈക്കോടതി 20 കൊല്ലം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വന്നപ്പോൾ ഈ പ്രശാന്തിന്റെ കാലം മുതൽ അന്വേഷിക്കേണ്ട എന്നതിനകത്ത് അവിടെ നിർത്തി. അവിടെ ഒരു അർദ്ധവിരാമം എന്ന നിലയിൽ നിൽക്കുകയാണ്. ഇവിടെ KC വേണുഗോപാൽ അതുപോലെ VS ശിവകുമാർ ഇവരൊക്കെ തന്നെ ദേവസ്വം മന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിലും ദേവസ്വം ബോർഡുകളുണ്ടായിരുന്നു, ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണം ആ രീതിയിലേക്ക് പോയാൽ ഒരുപാട് തലങ്ങൾ ഉരുളില്ലേ? തീർച്ചയായിട്ടും. അല്ല, അന്വേഷണം ഞാൻ പറയുന്നത് 98 മുതൽ അന്വേഷിക്കണം എൻ്റെ ഒരു വാദം. എന്താ വെച്ചാൽ ഈ മല്ലയ്യയുടെ സ്വർണം വന്ന കാലം മുതൽ, ഇപ്പൊ സ്വർണ്ണമാണല്ലോ ഇപ്പോൾ പ്രധാന വിഷയം, അത് സ്വർണ്ണമാണല്ലോ. മല്ലയ്യ എത്ര സ്വർണം കൊടുത്തു എന്നുള്ളത് മുതൽ അന്വേഷിച്ചാൽ കുറെ കൂടി ക്ലാരിറ്റി വരും. തീർച്ചയായിട്ടും എനിക്കിതിൽ ഒരു ചെറിയ പ്രശ്നം തോന്നുന്നത് KC വേണുഗോപാലിന്റെ കാലത്തുള്ള കാര്യം മാത്രമാണ്. KC വേണുഗോപാൽ കുറച്ച് കാലമാണ് ആയത്. ആ കാലത്ത് യഥാർത്ഥത്തിൽ അന്ന് രാമേന്ദ്രൻ ഓർമ്മയുണ്ടാവും, KC വേണുഗോപാലും ബോർഡും തമ്മിലുള്ള കൂട്ടത്തല്ല്. രാമൻ നായരായിരുന്നു അന്ന് ബോർഡിന്റെ ചെയർമാൻ, പ്രസിഡന്റ്. അപ്പോൾ രാമൻ നായർ KC വേണുഗോപാൽ പറഞ്ഞാൽ കേൾക്കില്ല. കാരണം രാമൻ നായർക്ക് ഒരു BJP ചായ്വ് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ KCയും ഇത് തമ്മിലുള്ള വാങ്ങ് വലിയ വാർത്തയായിരുന്നു. ഏഷ്യാനെറ്റും പലരും ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2005 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ശബരിമല ഈ ഒരുക്കങ്ങൾക്ക് ഇവർക്ക് രാമൻ നായർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വേണുഗോപാൽ 10-12 തവണ ശബരിമല പോയ ഒരു വാർത്ത. പിന്നെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത് ഹഡ്കോയുടെയോ മറ്റേ സുരേഷ് ഒരു പദ്ധതി കൊണ്ടുവന്നു. യെസ്. അല്ല, ഞാൻ പറഞ്ഞു ആ പദ്ധതി രാമൻ നായർ തട്ടി. അപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് KCയുടെ 2 വർഷത്തെ പറയാൻ പറ്റുള്ളൂ. അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ KC എന്നല്ല, ഇനി സാക്ഷാൽ ആര് ചെയ്താലും അത് പിടിക്കണം, അത് ഒരു സംശയമില്ല. അന്ന് ഞാൻ പറഞ്ഞത് ബോർഡ് ഇയാൾ പറഞ്ഞ കേൾക്കണ ആളായിരുന്നില്ല എന്ന ഒരു പ്രതിസന്ധി ഉണ്ട് KCക്ക്. ജയകുമാറിന് അതില്ല. ജയകുമാറായിരുന്ന കാലത്ത് ശിവകുമാറിനെ സംബന്ധിച്ചുള്ള പ്രശ്നമില്ല. കാരണം ശിവകുമാർ പറഞ്ഞാൽ കേൾക്കുന്ന ആൾ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും കൂടുതൽ ഇടപെടൽ, ഞാൻ ഒരു ഗ്രാവിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. ശിവകുമാറിൻ്റെ കാര്യത്തിൽ രാമേന്ദ്രൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം അയാൾ മന്ത്രിയാണ്, അയാളുടെ ആളുകളാണ് അവിടെ ഉള്ളത്, അത് അയാളുടെ അനിയനാണുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ അവിടെ ഒരു ചോദ്യമുള്ളത്, ഇങ്ങനൊരു റിപ്പോർട്ട് വന്നിട്ട് ഈ വാസു എന്ത് ചെയ്തു, ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു, ദേവസ്വം മന്ത്രി എന്ത് ചെയ്തു? അതാ ഞാൻ പറഞ്ഞത്, തടവിലായില്ല. അപ്പോൾ ഇത് കൂട്ടുകച്ചവടമാവും. അതായത് ഞാൻ ചെയ്തത് നീ പറയരുത്, നീ ചെയ്തത് ഞാൻ പറയരുത് എന്ന അർത്ഥത്തിലായിരിക്കാം. അങ്ങനെ ഒരു സാധ്യതയൊക്കെ കേരളത്തിലുണ്ടല്ലോ. കേരളത്തിലിപ്പോൾ ഈ അഴിമതി കേസിൽ ആരാണ് ശിക്ഷിക്കപ്പെട്ടുള്ളത് നമ്മൾ പണ്ട് ചർച്ച ചെയ്ത കാര്യമാണ്. കഴിഞ്ഞ 70 കൊല്ലമായിട്ട് കേരളത്തിൽ അഴിമതി കേസ് ശിക്ഷിക്കപ്പെട്ടത് ഒരു ബാലകൃഷ്ണപിള്ള മാത്രമല്ലേ? വേറൊരു രാഷ്ട്രീയ നേതാവ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. അല്ല, ഉദ്യോഗസ്ഥരോ വില്ലേജ് ഓഫീസറോ ഒക്കെ ഉണ്ടാവും, വേറെ ആരുമില്ല. കാരണം ഇതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാം. തീർച്ചയായിട്ടും ശിവകുമാറിൻ്റെ കാര്യം ഞാൻ സംരക്ഷിച്ചോളാം എന്ന് വാസു പറയും, വാസുവിൻ്റെ കാര്യം ഞാൻ സംരക്ഷിച്ചോളാം എന്ന് ശിവകുമാർ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം എല്ലാവരുടെയും നിന്നും പോയല്ലോ. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഹൈക്കോടതി കട്ടിളപ്പാള മുതൽ അല്ല എന്താ പറയുക, ഇയാൾ മല്ലയെ കൊടുത്തത് മുതൽ അന്വേഷിച്ചാൽ ഒരു പക്ഷേ അന്ന് കൊടുത്തത് എത്രയെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കിട്ടും. അതിൽ ശിവകുമാറാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും കടന്നപ്പള്ളി ആണെങ്കിലും, കടന്നപ്പള്ളി ഞാനങ്ങനെ പറയുന്നില്ല, ഒരു നിർഗുണ പരമ്പരമായതുകൊണ്ടാണ് കടന്നപ്പള്ളി ഞാനങ്ങനെ പറയാതെ. അയാൾ ഒരു കൊണ്ടൊരു കാര്യമില്ല, അയാൾക്ക് അഴിമതി ചെയ്യാൻ തന്നെ അറിയുമെന്ന് എനിക്ക്. ആ പേര് പറഞ്ഞത് 20 മന്ത്രിമാർ എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തീർച്ചയായും ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ ഉത്തരവ് സുധാകരന്റെ പേര് പറഞ്ഞില്ല. അല്ല, അത് പറയണ്ട. ഞാൻ സുധാകരന്റെ പേര് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്തരം ഒരു കാര്യത്തിൽ സുധാകരൻ ഇടപെടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അയാൾ ഏത് പാർട്ടിയായാലും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണക്കാക്കുന്നത് 20 കൊല്ലത്തെയോ അല്ലെങ്കിൽ ഈ എത്ര കാലത്തെ വേണമെങ്കിലും. ഇപ്പൊ ഇത് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴവിടെ അഴിമതി നടന്നുകൊണ്ടിരിക്കുക എന്നാ കാണുന്നത്. ഇതില് ഇതുണ്ടല്ലോ, ഈ 20 കൊല്ലത്തേക്ക് 2005 കയറിയാൽ തന്നെ ഇത് സ്വാഭാവികമായിട്ടും 1998 പോകും. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ പോകണം. അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇവർക്കാർക്കും ഒരു പേടിയില്ല എന്നുള്ളതിന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഇപ്പോഴും നെയ്യിൻ്റെ
നെയ്യിന്റെ 35 ലക്ഷം രൂപയുടെ ബില്ലില്ലാതെ വന്നു എന്നുള്ളത് ഏതാ? ഇത്രയും ഹൈക്കോടതി നോക്കുന്നു, മാധ്യമങ്ങൾ നോക്കുന്നു, സർക്കാർ നോക്കുന്നു, ED നോക്കുന്നു, SIT വരുന്നു. ഇതിനിടയിൽ കള്ളത്തരം നടത്താൻ ധൈര്യമുള്ളവരാണ് അതിനകത്തിരിക്കുന്നവർ. അപ്പോൾ അത് ഏത് കാലത്ത് നടന്നിട്ടുണ്ടാവാം, അത് പിടിക്കുക തന്നെ വേണം. കാരണം ശബരിമല ഒരു ഒരു വിശ്വാസമാണ്, ട്രസ്റ്റാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ അർത്ഥത്തിലല്ല. ആ വിശ്വാസത്തിൽ ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സ്വത്ത് സമ്പത്ത് സംരക്ഷിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അത് വിശ്വാസികളെ മാത്രമല്ല അവിശ്വാസികൾക്കും അത് വിശ്വാസക്കുറവുണ്ടാക്കും എന്നാണ് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ചുകൂടി ആളുകൾ ഇതിൽ പെട്ടുപോകുന്നു. CPMഉം കോൺഗ്രസും ഭയപ്പെടുന്നു. കടകംപള്ളിയുടെ വാർത്താ സമ്മേളനം അത് തെളിയിക്കുന്നുണ്ട്, കോൺഗ്രസിലെ ചില നേതാക്കളുടെ നിലപാട് അത് തെളിയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അന്വേഷണം കൂടുതൽ പിന്നിലേക്ക് പോയാൽ ഒരുപാട് സത്യങ്ങൾ പുറത്തേക്ക് വരില്ലേ? അത് സത്യത്തിൽ ശബരിമലയേക്കാൾ കുഴപ്പം പിടിച്ചൊരു സ്ഥലമുണ്ട് കേരളത്തില്, ഗുരുവായൂർ. അതും കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള വിശ്വാസികൾക്ക് ഈ മൊത്തത്തിലുള്ള ഈ സിസ്റ്റത്തിൽ കൂടി വിശ്വാസം ഉണ്ടാകും. അല്ല, ഈ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട്, SITയുടെ അന്വേഷണ റിപ്പോർട്ട് കൃത്യമായിട്ട് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ കൊണ്ടിടുന്ന കാണിക്കയാണ് ഈ ശബരിമലയിൽ വലിയൊരു വരുമാനം. ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ഇതിനകത്തേക്ക് ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ ഒരു മുറുകെപ്പിടുത്തം അതിനുള്ള സാധ്യതയും മുമ്പിലില്ലേ? ഞാൻ അത്രയൊന്നും എളുപ്പം കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഇപ്പം കേരളത്തിൽ നടത്തിയ ഒരു കേന്ദ്ര അന്വേഷണം പോലും ബലം കണ്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഇവിടെ നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞാണ് എൻ്റെ ശരി. വിശ്വാസം എന്ന് പറയുന്നത് സിസ്റ്റത്തിലാണ് വേണ്ടത്. നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഓരോരുത്തർക്കും വേണമെങ്കിൽ സൗകര്യം പോലെ ആവാം. പക്ഷേ സിസ്റ്റത്തിൽ എല്ലാവർക്കും വിശ്വാസം വേണം. ആ സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ദൈവത്തിൽ വിശ്വസിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.